തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കാതോലിക ലേഖനത്തിലെ ആമുഖ പഠനത്തിനും യാക്കോബിൻ്റെയും യൂദായുടെയും ലേഖനങ്ങൾക്ക് ശേഷം നമ്മളിന്ന് പഠിക്കുവാനായി ഉദ്ദേശിക്കുന്നത് പത്രോസ്ലീഹായുടെ 1ഉം 2ഉം ലേഖനങ്ങളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആദ്യ മാർപ്പാപ്പ സഭയ്ക്ക് എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങളാണ് വിശുദ്ധ പത്രോസ്ലീഹായുടെ 1ഉം 2ഉം ലേഖനങ്ങൾ. അജപാലനപരമായും ധാർമ്മികപരമായും വളരെയേറെ സമ്പന്നമാണ്, വളരെ ചെറുതെങ്കിലും ഈ 2 ലേഖനങ്ങൾ. ഈ 2 ലേഖനങ്ങളെപ്പറ്റിയുള്ള ആഴമായ പഠനം സഭയോടും വളരെയേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സഭാസമൂഹങ്ങൾക്കുമുള്ള വലിയ പ്രതീക്ഷയും ഉത്തേജനവുമാണ് നമുക്ക് നൽകുന്നത്. പത്രോസ്ലീഹായുടെ ലേഖനത്തിലെ ഓരോ വാക്കുകളും ആഴമായ ദൈവശാസ്ത്രവും ആഴമായ പ്രത്യാശയും ആഴമായ ബലവും ഓരോ ക്രിസ്ത്യാനികൾക്കും നൽകുന്നതാണ്. പ്രത്യേകിച്ചും പീഡനത്തിനും സഹനത്തിനും പ്രതിസന്ധികൾക്കും വേദനകൾക്കുമൊക്കെ മധ്യേ വസിക്കുന്ന സഭയ്ക്ക് വലിയ പ്രചോദനാത്മകമായ ലേഖനങ്ങളാണ് ഈ 2ഉം. നമുക്ക് പ്രത്യേകമായി ആ ലേഖനങ്ങളുടെ ഉള്ളറകളിലേക്ക് നോക്കാം. ഇന്ന് നാം കാണുന്ന സഭയുടെ ധാർമ്മിക പഠനങ്ങളുടെ പല അടിസ്ഥാനങ്ങളും, സഭയെപ്പറ്റിയുള്ള പല അടിസ്ഥാനങ്ങളും കാണുന്നത് ഈ ലേഖനത്തിനുള്ളിലാണ്. ഇനി ആർക്ക് വേണ്ടിയാണ് പത്രോസ്ലീഹ ഇത് എഴുതിയത് എന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ പത്രോസ്ലീഹയുടെ 1ആം ലേഖനത്തിൻ്റെ 1ആം വചനം തന്നെ അത് സാക്ഷിക്കുന്നു. അതിപ്രകാരമാണ്: ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിന് അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടവരും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ഏഷ്യായിലും ബിഥീനിയയിലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് പത്രോസ്ലീഹ ആർക്കാണ് എഴുതുന്നത് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഏഷ്യ മൈനറിലെ പ്രധാനപ്പെട്ട ചില സഭാസമൂഹങ്ങൾക്ക് കൃത്യമായി എഴുതപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 5 സഭാസമൂഹങ്ങളും വളരെയേറെ പ്രധാനപ്പെട്ട സഭാസമൂഹങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ പൊതുവായി യഹൂദ ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്ന സഭാസമൂഹങ്ങളായിരുന്നു ഇവയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നത് ചിതറിപ്പാർക്കുന്ന എന്ന വാക്കിൽ നിന്നാണ്. ചിതറിപ്പാർക്കുക എന്നതിന് ഹീബ്രു വാക്കിൽ ദയാസ്പറ എന്നൊരു വാക്കുണ്ട്. ദയാസ്പറ എന്ന വാക്കിൽ നിന്നാണ് ചിതറിപ്പാർക്കുക എന്നൊരർത്ഥം വരിക. അതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയാണെങ്കിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്ന യഹൂദർക്ക് പലതരത്തിലുള്ള പീഡനങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ജെറുസലേമിലും പാലസ്തീനയിലും ജീവിച്ചിരുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക് മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും വളരെ ക്ലേശങ്ങൾ അനുഭവിച്ച കാലമായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനത്തിലും യൂദായുടെ ലേഖനത്തിലും ഒക്കെ പറയുന്നത് പോലെ സാമൂഹ്യമായ പ്രതിസന്ധികൾ അവർക്കുണ്ടായിരുന്നു, രാഷ്ട്രീയപരമായ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഖനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന യഹൂദർ ഈ പശ്ചാത്തലത്തിൽ അവരുടെ ജന്മദേശമായ ജെറുസലേമിൽ നിന്നും ചിതറിക്കപ്പെടുകയും അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയും മാറ്റപ്പെടുകയും ഒരു വൈദേശികമായ ജെറുസലേമിന് പുറത്തുള്ള
പല സ്ഥലങ്ങളിലും ചിതറിപ്പാർക്കുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ അർത്ഥത്തിലാണ് പത്രോസ്ലീഹ ചിതറിപ്പാർക്കുന്ന കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള 2 വാക്കുകൾ നാം അവിടെ കാണുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുദ്ദേശിക്കുന്നത് യഹൂദരെയാണ്, അതായത് യഹൂദ ക്രിസ്ത്യാനികളെയാണ്. ചിതറിപ്പാർക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ദേശത്തു നിന്നും പറിച്ചു മാറ്റപ്പെട്ടവരാണ്, തങ്ങൾക്ക് സ്വന്തമല്ലാത്ത ഒരു ദേശത്ത് താമസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് റോമൻ പ്രോവിൻസിലെ പല ഭാഗങ്ങളിലും ചിതറിപ്പാർത്തിരുന്നവരായിരുന്നു. ഈ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളൊക്കെ റോമൻ്റെ പ്രോവിൻസിൻ്റെ കീഴിൽ വരുന്നതായിരുന്നു. റോമൻ അധികാരത്തിലെ വിവിധ പ്രോവിൻസുകളിൽ പെട്ട സ്ഥലങ്ങളായിരുന്നു മേൽപ്പറഞ്ഞ സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ദിയാസ്പൊറ എന്ന വാക്ക് അവരുടെ ജീവിത സാഹചര്യവുമായി അവരുടെ അന്നത്തെ സാഹചര്യവുമായി വളരെയേറെ ഇണങ്ങിപ്പോകുന്നതും നമുക്ക് അവരെപ്പറ്റിയുള്ള കൃത്യമായ സൂചന നൽകുന്നതുമാണ്. ഒറ്റ നോട്ടത്തിൽ നാം ഇത് നോക്കുമ്പോൾ, ഈ ലേഖനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നാം നോക്കുമ്പോൾ അത് യഹൂദർക്ക് എഴുതപ്പെട്ടതായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് സാധാരണ ബൈബിൾ സ്കോളേഴ്സൊക്കെ പറയുക. എന്നാൽ ഇതിന് ഉപോത്ബലകമായി യഹൂദർ മാത്രമായിരുന്നില്ല, വിജാതീയരായ ക്രിസ്ത്യാനികളും റീസെൻ്റ്ലി കൺവേർട്ടായിട്ടുള്ള ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നിരിക്കാം എന്നൊരു ചിന്ത കൂടി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പത്രോസ്ലീഹ പ്രത്യേകമായി പറയുന്ന ഒരു വാക്കാണ് റെസിഡൻറ്റ് ഏലിയൻസ് അഥവാ ചിതറിപ്പാർക്കുന്ന വിദേശീയരായ അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലമില്ലാത്ത വ്യക്തികൾ, സമൂഹങ്ങൾ, കൂട്ടായ്മകൾ, കുടുംബങ്ങൾ എന്നൊക്കെ ഇതിനെ നമുക്ക് അർത്ഥമാക്കാൻ സാധിക്കും. അവിടെ പ്രധാനമായും യഹൂദരാണ് ഉണ്ടായിരുന്നെങ്കിലും വിജാതീയരായിരുന്നവർ ഉൾപ്പെട്ടിരുന്ന ഒരു സമ്മിശ്രമായ ഒരു മിക്സഡായ കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നതിനുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അവിടെ അവരുടെ ഹൗസ് ഹോൾഡ് കോഡ്സ് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിരുന്ന ചില മുദ്രിത നാമങ്ങൾ, അവരുടെ പേരുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്ന ചില മുദ്രകുത്തലുകൾ പലപ്പോഴും സൂചിപ്പിക്കുന്നത് അവരുടെ ഇടയിൽ വ്യത്യസ്തരായ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടുതൽ യഹൂദരും എന്നാൽ കുറേയെങ്കിലും വിജാതീയരുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിക്കാണ്, ഒരു കൂട്ടായ്മയ്ക്കാണ് പത്രോസ്ലീഹ എഴുതുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, പത്രോസിൻ്റെ പേര് ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ കർത്താവ് ആരാണ്? പത്രോസ്ലീഹായുടെ ലേഖനങ്ങളുടെ കർത്താവ് ആരാണ് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ വചനം തന്നെ നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. അത് 12 പേരിൽ ഒരുവനും കർത്താവിൻ്റെ അപ്പസ്തോലനുമായ പത്രോസ്ലീഹായാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 22-32 മർക്കോസിൻ്റെ സുവിശേഷം 16-18 അപ്പസ്തോലന്മാരുടെ ലീഡറായി കാണപ്പെടുന്ന പത്രോസ്ലീഹ ആയിരിക്കാം ഈ ലേഖനത്തിൻ്റെ കർത്താവ് എന്ന് പൊതുവായ ഒരു അഭിപ്രായമുണ്ട്. കാരണം പത്രോസ് ജെറുസലേം ചർച്ചിൻ്റെ, ജെറുസലേം കൂട്ടായ്മയുടെ, ജെറുസലേമിലെ സഭയുടെ ലീഡറായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഈ സഭയ്ക്കാണ് 60-കൾക്ക് ശേഷം AD 60-കൾക്ക് ശേഷം വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഈ സൂചനകളെല്ലാം വിരൽ ചൂണ്ടുന്നത് കർത്താവിൻ്റെ അപ്പോസ്തോലനായ പത്രോസാണ് ഈ ലേഖനം എഴുതുന്നത് എന്നാണ്. അതുപോലെ തന്നെ പത്രോസ്ലീഹായുടെ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 1-ാം വചനത്തിൽ ഈ ഗ്രന്ഥകർത്താവിനെ എൽഡർ, മൂപ്പൻ എന്നാണ് ഗ്രന്ഥകർത്താവ് തന്നെ പരാമർശിക്കുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാരിൽ പ്രമാണിയും ഒന്നാമനുമായിരുന്ന പത്രോസാവാം ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് എന്ന് പൊതുവേ ഒരു ധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഗ്രന്ഥത്തിലുടനീളം പത്രോസ്ലീഹായാണെന്നതിൻ്റെ അനേക സൂചനകൾ, അനേക വാക്കുകൾ, അനേകം ടെർമിനോളജികൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പ്രത്യേകമായി നോക്കുകയാണെങ്കിൽ 1-ാം അധ്യായം 1-ാം വചനത്തിൽ അപ്പസ്തോലൻ എന്ന വാക്ക് തന്നെ അതിന് സൂചനയാണ്. കൂടാതെ 5-ാം അധ്യായം 1-ാം വചനത്തിൽ മൂപ്പൻ, എൽഡർ, അതുപോലെ തന്നെ സാക്ഷി 5-ാം അധ്യായം 1-ാം വചനം, ഉപദേശകൻ 2-ാം അധ്യായം 11-ാം വചനം, 5-ാം അധ്യായം 12-ാം വചനം, പ്രഘോഷകൻ, മറ്റ് നേതാക്കന്മാരുമായി ബന്ധമുണ്ടായിരുന്നവൻ, സിൽവാനോസിനോടൊപ്പം ഉണ്ടായിരുന്നവൻ, സഹോദരൻ, മർക്കോസിനെ സ്വന്തം സഹോദരനായും മകനായും ഒക്കെ കരുതുന്ന ഈ ലീഡറാണ്
ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്ന് പൊതുവേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള സൂചനകളൊക്കെ പത്രോസ്ലീഹായുടെ ലേഖനങ്ങളിൽ ഉണ്ടെങ്കിലും പക്ഷേ ഇതിന് എതിരായ ചില വാദങ്ങളും ചില ചിന്തകളും അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ആധികാരികതയെ, പത്രോസിൻ്റെ ഗ്രന്ഥകർത്താവ് എന്നുള്ളതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന പല ചിന്തകളും സ്കോളേഴ്സിൻ്റെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. പ്രധാനമായും അവരുയർത്തുന്ന ചില ചിന്തകളിൽ ഒന്നാമത്തേത് ഭാഷയുടെ ക്വാളിറ്റിയാണ്. വളരെ നല്ല ഗ്രീക്ക് ഭാഷയിലാണ് പത്രോസ്ലീഹയുടെ ലേഖനം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു മീൻപിടുത്തക്കാരനായി ജോലി ചെയ്തിരുന്ന യഹൂദനായിരുന്ന പത്രോസിന് ഇത്ര നല്ല ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള നൈപുണ്യം കുറവായിരിക്കാം എന്നൊരു അഭിപ്രായം പൊതുവെയുണ്ട്. കാരണം പത്രോസ്ലീഹായുടെ ജന്മഭാഷ അല്ലെങ്കിൽ മാതൃഭാഷ ഹീബ്രുവോ അരമായിക്കോ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്ര നല്ല ഭാഷയിൽ കൈകാര്യം ചെയ്യുവാൻ പത്രോസിന് സാധിക്കില്ല എന്നൊരു വാദം ഉയർത്തുകയാണ്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് വിശുദ്ധ പൗലോസിനെ പറ്റിയുള്ള പരാമർശങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെപ്പറ്റിയോ വിശുദ്ധ പൗലോസ്ലീഹായ മിഷൻ പ്രവർത്തനം നടത്തിയ സ്ഥലങ്ങളെപ്പറ്റിയുമൊക്കെയുള്ള പരാമർശങ്ങളാണ് ഇതിന് എതിരായി നിൽക്കുന്ന മറ്റൊരു വാദം. മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലെ ഉള്ളടക്കത്തിൻ്റെ ചില അംശങ്ങൾ, ചില ധ്വനികൾ ഈ ലേഖനത്തിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ചും റോമാലേഖനം 8:18 പറയുന്ന കർത്താവിൻ്റെ സഹനത്തെപ്പറ്റിയും അതിൻ്റെ മഹത്വത്തെപ്പറ്റിയുമുള്ള പരാമർശങ്ങൾക്ക് സമാനമായ ചില പരാമർശങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിലും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പീഡനങ്ങളെപ്പറ്റിയുള്ള അല്ലെങ്കിൽ മതപീഡനങ്ങളെപ്പറ്റിയുള്ള ചില സൂചനകളാണ്. വളരെ തീവ്രമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹത്തെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ അത് കുറേ കൂടി പിൽക്കാലത്ത് സംഭവിച്ചതാണ്. പത്രോസ്ലീഹ ജീവിച്ചിരുന്ന കാലത്ത് സംഭവിച്ച പീഡനങ്ങളെക്കാൾ ഗൗരവതരവും കഠിനമായിരുന്നു പിന്നീട് വന്ന സഹനങ്ങളും പീഡനങ്ങളും. ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിലാകാം പത്രോസ്ലീഹ എഴുതിയിരിക്കുന്നത് എന്നൊരു സൂചനയുമുണ്ട്. മാത്രമല്ല കേപ്പാസ് എന്നുള്ളതാണ് അരമായ പേര്, പത്രോസ് എന്നുള്ളത് ഗ്രീക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സൂചനകളെല്ലാം നൽകുന്നത് ഒരുപക്ഷെ പത്രോസിൻ്റെ തൂലികയിൽ നിന്നാണോ ഈ ഗ്രന്ഥം മുഴുവനും വിരചിതമായിരിക്കുന്നു എന്നതിന് ചില സംശയങ്ങൾ ഉയർത്തപ്പെടാറുണ്ട്. അതിനുത്തരമായി നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാർ പരാമർശിക്കുന്നത്, ഒരുപക്ഷെ പത്രോസ്ലീഹായുടെ സന്തത സഹചാരിയും ഗുമസ്തനും സെക്രട്ടറിയുമായിരുന്ന സിൽവാനോസ് ആയിരുന്നിരിക്കാം ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്നും അത് പത്രോസ്ലീഹായുടെ പേര് നൽകി വിരചിക്കപ്പെട്ടതാണ് എന്നും മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന് സാധ്യതയുമുണ്ട്. സിൽവാനോസ് പത്രോസിൻ്റെ സന്തത സഹചാരിയും ഒരു കൂട്ടു മിഷണറിയുമായിരുന്നുവെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്രോസ്ലീഹായുടെ ചിന്തകളിൽ നിന്നും പ്രഘോഷണങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്ത് സിൽവാനോസ് ആയിരിക്കാം ഇതിൻ്റെ കമ്പൈലേഷൻ, അതിൻ്റെ ക്രോഡീകരണം നടത്തിയത് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലവും നിശ്ചയിക്കുന്നത് എളുപ്പമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ രചിക്കപ്പെട്ട കാലം ഏതാണ്ട് AD 90കളിലാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. കാരണം ഗ്രന്ഥത്തിൽ കാണുന്ന കൊടിയ പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലമെന്ന് പറയുന്നത് 80-90 കാലങ്ങളിലാണ്, AD 80-90 കാലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് 64 മുതൽ നീറോയുടെ കാലം മുതൽ ആരംഭിക്കുന്ന പീഡനങ്ങളുടെ ഉയർന്ന ഉച്ചശ്രേണിയിലാണ് ഈ കാര്യങ്ങളൊക്കെ, അതിൻ്റെ പശ്ചാത്തലമാണ് ഇതിന് ഉപോത്ബലകമായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പൊതുവായി നാം നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു പത്രോസ്ലീഹായുടെ അനുവാചകരുടെ വായനക്കാരൻ്റെ പശ്ചാത്തലം? നാം ഇതിനു മുമ്പ് ചെറുതായൊക്കെ ഒന്ന് കണ്ടെങ്കിലും കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേതായി നാം മനസ്സിലാക്കുന്നത് സ്കാറ്റേർഡ് ക്രിസ്ത്യൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ ചിതറിക്കപ്പെട്ട ക്രിസ്തീയ സമൂഹത്തിനാണ് ഇത് എഴുതുന്നത്. അപ്പോൾ യഹൂദരായിരുന്നിട്ടും യഹൂദ മതത്തിൻ്റെ കേന്ദ്രമായ ജെറുസലേമിൽ പാർക്കാൻ സാധിക്കാതെ പീഡനം കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികളായിരുന്നു. മാത്രമല്ല ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്,
സാമൂഹ്യമായ ഒരു നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ചിതറിപ്പാർക്കുന്ന അഡ്രസ്സില്ലാത്ത ഒരു ജനമായി പരിഗണിച്ചതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റികൾ വളരെയേറെ സാമൂഹ്യമായ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ജീവിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ സ്ഥലം, രണ്ടാമതാണ് അവരുടെ സ്റ്റാറ്റസ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള പലരെയും അടിമകളായിട്ടാണ് ഈ ഗ്രന്ഥം സാക്ഷിക്കുന്നത്. പലപ്പോഴും സോഷ്യൽ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട, ഒരുപക്ഷെ ഒരു തരത്തിലുള്ള അടിമകളെപ്പോലെ കഴിയേണ്ടി വന്ന ക്രിസ്തീയ സമൂഹത്തെ വലിയ പ്രതിസന്ധിയിലും നിരാശയിലുമായി പോയ ഒരു കൂട്ടം ജനത, ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇവരുടെ സിറ്റിസൺഷിപ്പ് വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. കാരണം അതിനൊരു ക്ലാരിറ്റി കുറവായിരുന്നു. അടിമകൾക്ക് പ്രത്യേകമായ സ്വാതന്ത്ര്യമോ അവകാശങ്ങളോ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അടിമകളെപ്പോലെ കരുതപ്പെട്ടിരുന്ന, സ്വന്തമായ സ്വത്വമില്ലാത്ത, നിലനിൽപ്പില്ലാത്ത ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകാവുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, തങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണ്, തങ്ങൾക്കുള്ള സ്വത്വം എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഇവർക്ക് മുദ്രിതമാക്കപ്പെട്ട പേരുകൾ അല്ലെങ്കിൽ ചില കോഡ്സ്, ഹൗസ് ഹോൾഡ് കോഡ്സ്, അതുതന്നെ ഇവരെ ഭാരപ്പെടുത്തിയിരുന്നു. ഉദാഹരണമായി അടിമ എന്ന് പറയുമ്പോൾ തന്നെ അവൻ ഏത് രീതിയിലാണ് എന്ന്, അവനുള്ള അവകാശങ്ങളും സാധ്യതകളും എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ജാതീയ വ്യവസ്ഥയും അടിമ വ്യവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നൽകപ്പെടുന്ന ജാതിയുടെ മുദ്രണങ്ങൾ അല്ലെങ്കിൽ മതത്തിൻ്റെ മുദ്രണങ്ങളൊക്കെ അവകാശങ്ങളും അവരുടെ സാധ്യതകളും നിഷേധിക്കുന്നതാണ് പലപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള കോഡുകൾ, ഇത്തരമുള്ള പേരുകൾ, അവർക്ക് ചാർത്തപ്പെട്ടിരുന്ന പേരുകൾ തന്നെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് അല്ലെങ്കിൽ ഒരു നല്ല ഉന്നതമായ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് അവരെ തടസ്സപ്പെടുത്തിയിരുന്നു. മാത്രമല്ല സാമൂഹ്യമായും ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 60കൾക്ക് ശേഷം അല്ലെങ്കിൽ 60കളോടനുസരിച്ച് ഒരു സീസർ കൾട്ട്, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു എംപറർ കൾട്ട്, ഒരു ചക്രവർത്തിയുടെ ഒരു കൾട്ട് റോമാ സാമ്രാജ്യത്തിൽ വളർന്നു വന്നിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ചക്രവർത്തിയെ ദൈവമായി കരുതുന്ന, ദൈവമായി ആരാധിക്കേണ്ട, ദൈവമായി അനുസരിക്കേണ്ട ഒരു രീതി കണ്ടുവന്നിരുന്നു. അപ്പോൾ യഹൂദ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവരുടെ ദൈവം ഉത്ഥിതനായ ക്രിസ്തുവാണ്. അപ്പോൾ ഉത്ഥിതനായ ക്രിസ്തുവിനെയാണ് ദൈവമായും കർത്താവായും യഹൂദ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും. അപ്പോൾ യഹൂദ ക്രിസ്ത്യാനികൾ ഒരിക്കലും സീസറെ ആരാധിക്കുവാനോ സീസറെ ദൈവമായി അനുസരിക്കുവാനോ തയ്യാറായിരുന്നില്ല. അതുതന്നെ അവരുടെ ജീവിതത്തിന് ഭീഷണിയായി തീർന്നു. സീസറിൻ്റെ അധികാരത്തിനും സീസറിനോടുള്ള ആരാധനയ്ക്കും എതിരായി ആരെങ്കിലുമൊക്കെ പെരുമാറിയാൽ അവർക്ക് വലിയ പീഡനവും മരണവും പോലും വിധിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ഇത് യഹൂദർക്കിടയിൽ, യഹൂദ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേര് തന്നെ, ഒരു ക്രിസ്ത്യാനി എന്ന പേര് തന്നെ, ക്രിസ്തുവിനെ ആരാധിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ അനുഗാമി, ക്രിസ്തുവിനെ പിൻപറ്റുന്നവൻ എന്ന പേര് തന്നെ വലിയ പീഡനത്തിനും ചൂഷണത്തിനും നിന്ദനത്തിനും പരിഹാസത്തിനും മരണത്തിനുമൊക്കെ ഹേതുവായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വേദനയിലും നിരാശയിലും പീഡനത്തിലും ദുഃഖത്തിലും ഐഡൻറ്റിറ്റി ക്രൈസിസിലും അല്ലെങ്കിൽ തങ്ങളുടെ സ്വത്വത്തെപ്പറ്റിയുള്ള സംശയങ്ങളും നൊമ്പരങ്ങളും പേറുന്ന ഒരു സമൂഹത്തിനാണ് പത്രോസ്ലീഹ തൻ്റെ കത്തുകൾ എഴുതുക. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ കത്ത് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം. ഇങ്ങനെ നിരാശയിലും വേദനയിലുമായിരിക്കുന്ന സഭാസമൂഹത്തെ എംപവർ ചെയ്യുക, അവരെ ബലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും അവരെ ധൈര്യപ്പെടുത്തുന്നതിനും അവർക്ക് ബലം പകരുന്നതിനും അവർക്ക് പുതിയൊരു ദർശനങ്ങളും കാഴ്ചപ്പാടും നൽകുന്നതിനും വേണ്ടിയാണ് പത്രോസ്ലീഹ ഈ കത്തുകൾ എഴുതുന്നത്. അങ്ങനെയെങ്കിൽ പത്രോസ്ലീഹയുടെ ലേഖനത്തിൻ്റെ രത്നചുരുക്കം, അതിൻ്റെ കേന്ദ്ര ഇതിവൃത്തം എന്താണ്? അത് മറ്റൊന്നുമല്ല, ഏഷ്യ മൈനറിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ താമസിച്ചിരുന്ന, റോമൻ പ്രോവിൻസുകളിൽ ചിതറിപ്പാർത്തിരുന്ന
യഹൂദരെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുവാൻ, അവരെ നിരാശയിൽ നിന്ന് കരം പിടിച്ചുയർത്തുവാൻ, അവരുടെ പുതിയ ഐഡൻറ്റിറ്റി സ്റ്റേറ്റസ് എന്താണെന്ന് അവരെ വ്യക്തമാക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സഭയിൽ അംഗങ്ങളായി സഭയിൽ അംഗങ്ങളാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഡിഗ്നിറ്റി എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് പത്രോസ്ലീഹായി കത്തെഴുതുന്നത്. അവർ സ്ട്രേഞ്ചേഴ്സും ഏലിയൻസും പറിച്ചു മാറ്റപ്പെട്ടവരും ചിതറിപ്പാർക്കുന്നവരും ഒക്കെയാണെങ്കിലും അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നും തീർച്ചയായും ദേ ആർ ദ പീപ്പിൾ ഓഫ് ഗോഡ്, അവർ ചോസൻ പീപ്പിളാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അവർ കൃപയാൽ നിറഞ്ഞവരാണ്, അവർക്ക് ഡിഗ്നിറ്റി ഉള്ളവരാണ്, അവർ ശക്തിയുള്ളവരാണ്, അവർക്കൊരു പുതിയ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കുന്നവരാണ്. ഇക്കാര്യങ്ങളാണ് പ്രത്യേകമായും ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മേലധികാരികളോടും അവരുടെ യജമാനന്മാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത്, തങ്ങളെ ശിക്ഷിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന മേലധികാരികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള പ്രബോധനങ്ങളുമാണ് പത്രോസ്ലീഹായുടെ ലേഖനങ്ങളിൽ അടിസ്ഥാനപരമായി നാം കാണുക. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരുടെ മേലധികാരികൾ വിജാതീയരായ ഭരണകർത്താക്കളും വിജാതീയരായ അയൽപക്കക്കാരും വിജാതീയരായ അധികാരികളുമൊക്കെ മധ്യേ അടിമകളും ചൂഷിതരുമായി കാണപ്പെടുന്നവർ എങ്ങനെയാണ് ദൈവികമായ അനുസരണത്തോടും ദൈവികമായ കാഴ്ചപ്പാടോടും കൂടി യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കുക എന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശാക്തീകരണവുമാണ് നാം ഇവിടെ കാണുക. അതുകൊണ്ട് അതിൽ പ്രധാനമായി പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതത്തെ ഈ പ്രലോഭനങ്ങൾക്ക് മധ്യേ, ഈ പീഡനങ്ങൾക്ക് മധ്യേ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ളതാണ്. അവിടെ അവരുടെ സഹനങ്ങൾക്ക് മധ്യേ പ്രത്യാശയുടെ സൂചകമായി പത്രോസ്ലീഹ എടുത്തു കാട്ടുന്നത് സഹനത്തിലൂടെ കടന്നുപോയ ക്രൂശിതനായ സഹിച്ച ക്രിസ്തുവിനെയാണ്. അപ്പോൾ അവരുടെ സഹനങ്ങൾക്ക് മുൻപിൽ പത്രോസ്ലീഹ ഉയർത്തിക്കാട്ടുന്നത് നിർമ്മലനും ചൂഷിതനും പീഡിതനുമായ ക്രിസ്തുവിനെയാണ്. അപ്പോൾ ഈ സഹനങ്ങൾക്കെല്ലാം മുമ്പിൽ പ്രത്യാശയും ശക്തിയും പകരുന്നത് കർത്താവിൻ്റെ സഹനത്തിൽ പങ്കാളികളാകാൻ ഓരോ ക്രിസ്ത്യാനികൾക്കും ലഭിക്കുന്ന അവസരത്തെ ഏറ്റവും അനുഗ്രഹമായി കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹനം ഒരു സമ്മാനമായി, ദൈവത്തിൽ നിന്നുള്ള ഒരു സമ്മാനമായി കാണുവാനും തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറമുള്ള പ്രത്യാശയുടെ കിരണങ്ങൾ കാണുവാനും സഹനത്തെ ഔദാര്യത്തോടും വലിയ ഹൃദയവിശാലതയോടും ദൈവികമായും കാണുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള പുതിയ ഓജസ്സും പ്രത്യാശയും ശക്തിയും നൽകുകയാണ് പത്രോസ്ലീഹ നൽകുന്നത്. അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ഓരോ സമൂഹത്തിനും ആദിമ നൂറ്റാണ്ടുകൾ മാത്രമല്ല 21-ാം നൂറ്റാണ്ടിലും പീഡിപ്പിക്കപ്പെടുന്ന, അകാരണമായി ക്രൂശിക്കപ്പെടുന്ന, വേദനിപ്പിക്കപ്പെടുന്ന ഓരോ ക്രിസ്ത്യാനികൾക്കും പ്രത്യാശയുടെ കിരണങ്ങൾ സഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം പത്രോസ്ലീഹായുടെ വാക്കുകളിലൂടെ ഈ ലേഖനത്തിൽ നിന്നും വായിച്ചെടുക്കാവുന്നതാണ്. നാം ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു പത്രോസ്ലീഹ മുന്നോട്ട് വയ്ക്കുന്ന ദൈവശാസ്ത്രം, അല്ലെങ്കിൽ പത്രോസ്ലീഹയുടെ ലേഖനങ്ങളിൽ പൊതുവെ കാണുന്ന ദൈവശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണ്. ആദ്യമായി നാം കാണുന്നത് ക്രിസ്തുവിനെ പറ്റിയാണ്. പത്രോസ്ലീഹ സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെ കേന്ദ്രമായി കാണുന്നത് ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റിയാണ്. ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് പത്രോസ്ലീഹ തൻ്റെ സഭാസമൂഹത്തിന് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശാക്തീകരണവും നടത്തുന്നത്. ഇവിടെ പത്രോസ്ലീഹ ഒരു ആയിട്ടുള്ള ഒരു ക്രിസ്തു ദൈവശാസ്ത്രം അവതരിപ്പിക്കുകയല്ല, മറിച്ച് യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ സഹനവും യേശുവിൻ്റെ മരണവും ഉത്ഥാനവും വേദന അനുഭവിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ വരച്ചു കാട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിനുള്ള മോട്ടിവേഷൻ, ഉത്തേജനം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ ക്രിസ്തു എന്ന വാക്ക് ഏകദേശം ഒരു 32 പ്രാവശ്യത്തോളം പത്രോസ്ലീഹ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. യേശു ക്രിസ്തു എന്ന വാക്ക് 9-ലധികം തവണ പത്രോസ്ലീഹ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ
കർത്താവായ യേശു ക്രിസ്തു, യേശു ക്രിസ്തു എന്നുള്ള വാക്കുകൾ മാറി മാറിയൊക്കെ ഇവിടെ ഉപയോഗിക്കുമ്പോൾ ക്രിസ്തുവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു വെളിപ്പെടുത്തലാണ് പത്രോസ്ലീഹ തൻ്റെ ഈ ലേഖനത്തിലൂടെ തൻ്റെ അനുവാചകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ഇൻവിസിബിളായി കാണപ്പെടുന്നു. പത്രോസ്ലീഹ കണ്ടതും എന്നാൽ തങ്ങളുടെ വിശ്വാസികൾ ഇപ്പോൾക്ക് അദൃശ്യവുമായ ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ 1-ാം അധ്യായം 8-ാം വചനത്തിൽ നാം അത് പ്രത്യേകമായി കാണുകയാണ്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് മധ്യേ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണമായ സന്തോഷത്താൽ നിങ്ങൾ മുഴുകുന്നു. അപ്പോൾ കാണപ്പെടാത്ത കർത്താവിനെ പറ്റിയുള്ള അനുഭവത്തെപ്പറ്റി പറയുന്നു. മാത്രമല്ല അവൻ വെളിപ്പെടുത്തിയവനാണ്, ഇനിയും പ്രത്യക്ഷപ്പെടാനിരിക്കുന്നവനുമാണ്. അതുകൊണ്ട് വലിയ ഇടയനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, നമ്മുടെ മധ്യേ ആയിരിക്കുന്നു, ഇനിയും പ്രത്യക്ഷപ്പെടും. അതിലാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും പ്രത്യാശ. അതുകൊണ്ട് തന്നെ കർത്താവാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മൂലക്കല്ല്. നാം ഓരോരുത്തരും, ഓരോ ക്രിസ്ത്യാനിയും കർത്താവിൻ്റെ ശരീരമാകുന്ന ഈ സ്ഥാപനത്തിൻ്റെ, ഈ കെട്ടിടത്തിൻ്റെ സജീവ ശിലകളാണ്. അതിൻ്റെ മൂലക്കല്ല് കർത്താവായ യേശുവാണ്. കർത്താവ് ആ ഈശോയാണ് ജീവിക്കുന്ന മൂലക്കല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം ആ മൂലക്കല്ലിനോട് ചേർന്ന് സജീവ ശിലകളായി മാറുന്നു. അപ്പോൾ ക്രൂശിക്കപ്പെട്ടവനും എന്നാൽ ഉയർത്തപ്പെട്ടവനുമായ കർത്താവായ യേശു ക്രിസ്തുവാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും മൂലക്കല്ലും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യാശയുണ്ട്. സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും പീഡനങ്ങളും ഏറ്റെടുത്ത കർത്താവായ ക്രിസ്തു ഉത്ഥാനം ചെയ്തുവെങ്കിൽ കർത്താവായ ക്രിസ്തുവിലൂടെ ഈ വേദനകൾക്കും പീഡനങ്ങൾക്കും നൊമ്പരങ്ങൾക്കും പരിഹാസത്തിനും മധ്യേ ഓരോ ക്രിസ്ത്യാനിയും ഉത്ഥാനം ചെയ്യുവാനുള്ള പ്രത്യാശയിലേക്ക് നയിക്കുകയാണ് പത്രോസ്ലീഹ ചെയ്യുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് അതിമനോഹരമായാണ്. ക്രിസ്തുവാണ് നമ്മുടെ രക്ഷ. നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിനെ പരാമർശിക്കുമ്പോൾ പത്രോസ്ലീഹ ഉപയോഗിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ചില അടയാളങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടെങ്കിലും അവൻ പാപരഹിതനും അല്ലെങ്കിൽ നിഷ്കളങ്കനും ഇന്നസെൻറ്റുമാണ്. നിഷ്കളങ്കനും പാപരഹിതനുമായ ക്രിസ്തു ഏശയ്യാ പ്രവചനത്തിൻ്റെ 53:9 പരാമർശിച്ചുകൊണ്ടാണ് പത്രോസ്ലീഹ ഇത് നൽകുന്നത്. മാത്രമല്ല ക്രിസ്തു സാക്രിഫിഷ്യൽ ലാമ്പാണ്, അറുക്കപ്പെട്ട ബലിയാടാണ്, അബ്യൂസ്ഡാണ് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവനാണ്, പക്ഷേ ഒരിക്കലും പകരം വീട്ടാത്തവനാണ്, നോൺ റിറ്റാലിയേറ്റിംഗ് സെർവൻ്റാണ്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും അനുഗമിക്കേണ്ടത് ഈ ക്രിസ്തുവിനെയാണ്. നിഷ്കളങ്കനും പീഡിപ്പിക്കപ്പെട്ടവനും ബലിവസ്തുവും ഒക്കെയായ ക്രിസ്തുവിനെയാണ്. ആരോടും പ്രതികാരമോ പ്രതിരോധമോ തീർക്കാത്ത നിഷ്കളങ്കനായ കുഞ്ഞാടായ ക്രിസ്തുവിനെയാണ് ഓരോ ക്രിസ്ത്യാനിയും അനുഗമിക്കേണ്ടത്. പ്രത്യേകിച്ചും പത്രോസ്ലീഹ ആർക്കു വേണ്ടി എഴുതുന്നോ, പീഡനങ്ങൾക്ക് മധ്യേ ജീവിക്കുന്ന, കണ്ണുനീരിനും വിയർപ്പിനും വേദനകൾക്കും മധ്യേ ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയെയും ആഹ്വാനം ചെയ്യുകയാണ്. ആ പ്രത്യാശ മറ്റൊന്നുമല്ല, ക്രൂശിക്കപ്പെട്ടവൻ ഉത്ഥാനം ചെയ്തു. ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് എക്സോൾട്ടഡ്. ക്രൂശിക്കപ്പെട്ടവൻ ഉയർത്തപ്പെട്ടു, അവൻ ഉത്ഥാനം ചെയ്യപ്പെട്ടു. അപ്പോൾ കർത്താവ് ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി മരിച്ചുവെങ്കിലും ഉത്ഥാനം ചെയ്തു. അതുപോലെ തന്നെയാണ് ഓരോ ക്രിസ്ത്യാനിയും. പീഡനങ്ങൾ അതതിൻ്റെ അവസാനമല്ല, അതിനപ്പുറം ഒരു ഉത്ഥാനമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. നാം സാധാരണ കേൾക്കാറുള്ള മലയാളത്തിലെ ഒരു പാട്ടുണ്ടല്ലോ, ഈ കണ്ണുനീരിനപ്പുറം സന്തോഷമുണ്ട് എന്ന്. അതുപോലെയാണ് പത്രോസ്ലീഹ അവരോട് പറയുന്നത്, എല്ലാ അധികാരങ്ങൾക്കും എല്ലാ ആധിപത്യങ്ങൾക്കും അപ്പുറം ക്രിസ്തുവിൻ്റെ ആധിപത്യമാണ്. എല്ലാത്തിനെയും അപ്പുറത്തുള്ള ആധിപത്യം എന്നുള്ളതാണ് വലിയ പ്രത്യാശ ഇസ്രായേലിന് അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾക്ക് ഈ സഭാസമൂഹത്തിന് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പത്രോസ്ലീഹ തൻ്റെ അനുവാചകരെ ക്ഷണിക്കുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1, ക്രിസ്തുവിലേക്ക് വരിക, കം ടു ക്രൈസ്റ്റ്. 2-ാം അധ്യായം 4-ാം വചനം, ബിലീവ് ഇൻ ഹിം, അവനിൽ വിശ്വസിക്കുക. 2-ാം അധ്യായം 7-ാം വചനം, ഒബേ ഹിം, അനുസരിക്കുക. 1-ാം അധ്യായം 3-ാം വചനം, ഫോളോ ഹിം, അവനെ അനുഗമിക്കുക. ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട്
കർത്താവിലായിരിക്കുക എന്നുള്ള വലിയ ഒരു വ്യത്യസ്തമായ ചിന്ത നൽകുകയാണ് പത്രോസ്ലീഹ ഈ ലേഖനത്തിലൂടെ. രണ്ടാമതായി നാം കാണുന്നത് പത്രോസ്ലീഹായുടെ അനുവാചകർക്കുണ്ടായിരുന്ന അവരുടെ കുടുംബ മുദ്രിത നാമങ്ങളാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ ചില പേരുകൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടവരാണ്. ഉദാഹരണമായി അടിമകൾ അല്ലെങ്കിൽ വിജാതിയർ തുടങ്ങിയ പേരുകൾ. പത്രോസ്ലീഹ ഇങ്ങനെ അടിമപ്പെടുത്തപ്പെട്ട ഒരു സമൂഹത്തിന് പ്രത്യാശ നൽകുന്ന ഒരു വാക്കായി പുതിയൊരു ഭവനത്തെപ്പറ്റി സംസാരിക്കുകയാണ്. അവർ ജോലി കൊണ്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നന്നേ താഴ്ന്ന ഒരു സ്റ്റേറ്റസിലും അല്ലെങ്കിൽ ഒരു ജീവിതത്തിലും ഒക്കെ ജീവിക്കുന്നെങ്കിലും പത്രോസ്ലീഹ അവരോട് പറയുക, യു ആർ ദ ചോസൻ പീപ്പിൾ, യു ആർ ദ ഹൗസ് ഓഫ് ഗോഡ്. നിങ്ങൾക്കൊരു പുതിയ ഭവനമുണ്ട്. ആ ഭവനമാണ് കർത്താവിൻ്റെ സഭ. കർത്താവിൻ്റെ സഭയാകുന്ന പുതിയ ഭവനത്തിൽ നിങ്ങളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. ജോലി കൊണ്ടും ജീവിതക്രമം കൊണ്ടും ഒക്കെ നിങ്ങൾ പല ഗ്രേഡിലും പല തരത്തിലുമുള്ളവരായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ ഭവനത്തിൽ നിങ്ങൾ തുല്യരാണ്. നിങ്ങൾ ഏക പിതാവിൻ്റെ മക്കളാണ്. ഈ പുതിയ ഭവനം അവിടെ പക്ഷപാതമോ ഏറ്റക്കുറച്ചിലുകളോ ഇല്ലാത്ത ദൈവത്തിൻ്റെ ഭവനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോളി ഭവനത്തിൽ അല്ലെങ്കിൽ ഈ പരിശുദ്ധ ഭവനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരേ സ്റ്റേറ്റസാണ്. നിങ്ങൾ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ദൈവഭവനത്തിലെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സിറ്റിസൺസാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഭവനമായ സഭയിലെ പൗരത്വമുള്ളവരാണ് ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിലെ ഓരോ അംഗങ്ങളും ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരോട് പകയും അല്ലെങ്കിൽ പകരം വീട്ടുന്നവരല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ ദൈവികമായും പരിശുദ്ധമായും ജീവിക്കേണ്ടവരാണ് എന്ന് പ്രത്യേകമായി പറയുകയാണ്. ഈ ഭവനത്തിൽ പ്രത്യേകമായി പറയപ്പെടുന്ന മറ്റൊരു കാര്യം, ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഈ ഭവനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ ഭവനമായ സഭയിലേക്ക് നയിക്കേണ്ടത് യാതൊരു ഫോഴ്സോ അല്ലെങ്കിൽ കമ്പൽഷനോ വഴിയല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ദൈവികമായ ജീവിതമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ജീവിച്ചതുപോലെ ജീവിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഈ ഭവനത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരേണ്ടത്, ആകർഷിക്കേണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ വിജാതീയരായിരുന്ന അംഗങ്ങൾ ഈ കൂട്ടായ്മകളിൽ ഉണ്ടായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഒരുപക്ഷെ ഒരു ഭവനത്തിൽ ഭർത്താവ് വിജാതീയനും ഭാര്യ ക്രിസ്തീയ വിശ്വാസിയുമായിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ട് അവരുടെ സ്നേഹപൂർവ്വമുള്ള പ്രവൃത്തിയിലൂടെ ഭർത്താവിനെ ക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കാനാവും. അടിമയായ ഒരു ക്രിസ്ത്യാനിക്ക് തൻ്റെ യജമാനനോട് പരിശുദ്ധമായ അനുസരണത്തിലൂടെ അവൻ്റെ ദൈവികമായ ജീവിതത്തിലൂടെ ഈ ഭവനത്തിലേക്ക് തൻ്റെ യജമാനനെ കൊണ്ടെത്തിക്കാനാവും. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധവും എളിമയാർന്നതുമായ ക്രിസ്തീയ ജീവിതമാണ് യഥാർത്ഥ ക്ഷണക്കത്ത് എന്ന് പത്രോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക കാലത്ത് നമ്മുടെ മാർപ്പാപ്പമാർ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ആരെയും മതം മാറ്റുക എന്നുള്ളതല്ല ക്രിസ്തു മതത്തിൻ്റെ ലക്ഷ്യം, മറിച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ തങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലൂടെ, വാക്കുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേ പഠനമാണ് പത്രോസ്ലീഹായും നമുക്ക് നൽകുന്നത്. കരുണാപൂർണമായ പ്രവൃത്തികളിലൂടെ, പരിശുദ്ധമായ അനുസരണത്തിലൂടെ, പകരം വീട്ടാത്ത സ്നേഹത്തിലൂടെ, പകയില്ലാത്ത പ്രവൃത്തികളിലൂടെയൊക്കെ ലോകത്തിന് മുഴുവൻ മാതൃകയായിരിക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയുമെന്ന് വിശുദ്ധ പത്രോസ്ലീഹ ഈ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിക്കും ഒരു പുതിയ ഭവനമുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത് ഓയിക്കോസ് എന്ന വേർഡാണ്. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ ഭവനം. ഈ ഭവനം സ്വന്തം ജന്മനാടിൽ നിന്നും അകറ്റപ്പെട്ട് മറ്റൊരു ഭൂപ്രദേശത്ത് വൈദേശികമായ ഒരനുഭവത്തിൽ ജീവിക്കുന്നവർക്ക് സഭയാണ്, കർത്താവിൻ്റെ ഭവനമാണ് യഥാർത്ഥത്തിലുള്ള ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനോഹരമായ ദൈവിക ഭവനത്തെ പറ്റിയുള്ള ഒരു ചിത്രം, ഭൂമിയിൽ നാം എല്ലാവരും തീർത്ഥാടകരാണ്, നമ്മുടെ യഥാർത്ഥ ഭവനം സ്വർഗമാണ് എന്ന് നാം ഇന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം നമുക്കിവിടെ കാണാനാവും. പത്രോസ്ലീഹ പറയുകയാണ്,
നിങ്ങൾ ഏത് ദേശത്ത് ഏത് സ്റ്റാറ്റസിൽ ജീവിച്ചാലും നിങ്ങൾക്കുള്ള ഭവനം കർത്താവിൻ്റെ ഭവനമാണ്, അത് സഭയാണ്. അവിടെ പിതാവായ ദൈവത്തിൽ നിങ്ങളെല്ലാവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിലേക്ക് നിങ്ങളുടെ വിശുദ്ധമായ ജീവിതം വഴി, വിശുദ്ധമായ അനുസരണം വഴി അനേകരെ ആകർഷിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും പകരം വീട്ടാത്ത, പക വീട്ടാത്ത പ്രവൃത്തികളുടെ ഉടമകളാകുവാനും നമ്മെ ക്ഷണിക്കുകയാണ്. പിന്നീട് നാം കാണുന്ന പത്രോസ്ലീഹായുടെ ലേഖനത്തിലെ വലിയ വളരെ പ്രശസ്തമായ മറ്റൊരു ദൈവശാസ്ത്രം എന്ന് പറയുന്നത് സഭയെ പറ്റിയുള്ള ചില ഇമേജുകളാണ്, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ പറ്റിയുള്ള ചില ഇമേജുകളാണ്. ഏകദേശം 10 ഇമേജുകൾ പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ സഭയെപ്പറ്റി നൽകുന്നുണ്ട്. അത് പ്രത്യേകമായും ഒന്ന് ദൈവജനം എന്നുള്ളതാണ്, രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടവർ, മൂന്നാമതായി എക്സൈൽസ് അല്ലെങ്കിൽ നാടുകടത്തപ്പെട്ടവർ അല്ലെങ്കിൽ ദിയാസ്പറയിൽ ജീവിക്കുന്നവർ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അല്ലെങ്കിൽ ചോസൻ റേസ്, ഹോളി നേഷൻസ്, റോയൽ പ്രീസ്റ്റ്ഹുഡ്, ചിൽഡ്രൻ ഓഫ് ഗോഡ്, ലിവിങ് സ്റ്റോൺ, ഏലിയൻസ്, ഫ്രീ പീപ്പിൾ അല്ലെങ്കിൽ സ്വതന്ത്ര ജനം, മാറ്റപ്പെട്ടവർ, സജീവശില, ദൈവത്തിൻ്റെ മക്കൾ, രാജകീയ പൗരോഹിത്യ ഗണം എന്നിങ്ങനെ തുടങ്ങി സഭയെപ്പറ്റി നാം കേൾക്കുന്ന ടെർമിനോളജികൾ, വാക്കുകളൊക്കെ നമുക്ക് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ റിച്ചായിട്ടുള്ള ഒരു ഇമേജറി അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയുടെ സ്വഭാവത്തെയും സഭയുടെ പ്രേക്ഷിതത്വത്തെയും പറ്റി അടിസ്ഥാനപരമായ ചില പ്രബോധനങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു സഭയുടെ അധികാരി അല്ലെങ്കിൽ ലീഡേഴ്സിൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ചില സൂചനകളും അതോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും. ചർച്ച് ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം, അതിന് നൽകുന്ന ചില സൂചനകൾ, ചില വാക്കുകൾ ഇപ്രകാരമാണ്: അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, സൂക്ഷിപ്പുകാരൻ, മൂപ്പൻ, ഇടയൻ, ഗാർഡിയൻ അതായത് സൂക്ഷിപ്പുകാരൻ, ഉദാഹരണം നൽകുന്നവൻ, പ്രഭാഷകൻ, സേവകൻ തുടങ്ങിയ വലിയ ഇമേജുകൾ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകരെ സംബന്ധിച്ച്, സഭയുടെ നേതൃത്വത്തിലിരിക്കുന്നവരെ സംബന്ധിച്ചും വലിയ ഇമേജുകൾ നൽകുവാൻ പത്രോസ്ലീഹായുടെ ലേഖനം നമ്മെ സഹായിക്കുന്നു. അപ്പോൾ സഭയുടെ നേതൃത്വത്തിലേക്ക് വരുന്നവർക്കുണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളെപ്പറ്റി, അവരുടെ അടിസ്ഥാനപരമായ സവിശേഷതകളെ പറ്റിയാണ് ഈ പേരുകൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ ഈ ഭവനമായ സഭയാകുന്ന ഭവനത്തിലെ ഓരോ അംഗങ്ങളും നേതൃത്വവും എപ്രകാരമുള്ള ഒരു മോറൽ അല്ലെങ്കിൽ ഒരു ധാർമ്മിക ജീവിതത്തിനും ഒരു ദൈവികമായ ജീവിതത്തിനുമാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന് പത്രോസ്ലീഹായുടെ ലേഖനം നമ്മെ വളരെ അധികമായി പ്രബോധിപ്പിക്കുന്നു. ഇവിടെ നോൺ ബിലീവേഴ്സിന് അല്ലെങ്കിൽ അവിശ്വാസികളോട് പുലർത്തേണ്ട ദൈവികമായ കാഴ്ചപ്പാടും ദൈവികമായ ഇടപെടലും ദൈവികമായ അനുസരണവും പ്രോത്സാഹിപ്പിക്കുകയാണ് പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ ചെയ്യുന്നത്. പ്രാർത്ഥനാപൂർവം ധാർമ്മികമായി ജീവിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും അടിസ്ഥാന സ്വഭാവമെന്ന് വിവരിക്കുന്നു. ഇവിടെ പ്രധാനമായി പറയുന്നത് സഭയാകുന്ന ഈ ഭവനത്തിൽ നിന്ന് അതിൻ്റെ അംഗങ്ങളായ ഓരോരുത്തർക്കും വലിയ കൃപ ലഭിക്കുന്നു, അല്ലെങ്കിൽ സഭ നൽകുന്നത് വലിയ കൃപയാണ്. ആ കൃപയോടൊത്ത് അതിനോടൊത്ത റെസ്പോൺസിബിലിറ്റിയും അല്ല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. അത് നിറവേറ്റുവാൻ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. പിന്നീട് നാം കാണുന്നത് പത്രോസ്ലീഹായുടെ സഹനത്തെ പറ്റിയുള്ള പുതിയ ദർശനങ്ങളും പുതിയ കാഴ്ചപ്പാടുകളുമാണ്. ഈ ദർശനങ്ങളിൽ ഏറ്റവും പ്രധാനമായത് പൗലോസ്ലീഹ സഹനത്തെപ്പറ്റിയുള്ള ഒരു വലിയ ദൈവശാസ്ത്രം പറയാൻ ഉദ്ദേശിക്കുന്നതിലുപരി എങ്ങനെയാണ് സഹനത്തിൻ്റെ മുമ്പിൽ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാനാവുക എന്നുള്ള പ്രബോധനങ്ങൾ നൽകുകയാണ്. പ്രത്യേകമായും നാം ഇവിടെ കാണുന്നത് എല്ലാ സഹനങ്ങൾക്കും മധ്യേയുള്ള ഏക പ്രത്യാശ കർത്താവാണ്. ഇവിടെ സഹനം എന്ന വാക്ക് ഏതാണ്ട് 20ഓളം പ്രാവശ്യം പത്രോസ്ലീഹ ഉപയോഗിക്കുന്നുണ്ട്.
പെട്ടെന്ന് സഹനമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില ചിന്തകൾക്കപ്പുറത്തുള്ള ചില ധാരണകളാണ് പത്രോസ്ലീഹ നമുക്കിവിടെ നൽകുന്നത്. ഇവിടെ പത്രോസ്ലീഹ ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്ന കാര്യം, സഹനങ്ങളെപ്പറ്റി പറയുമ്പോൾ ദൈവഹിതം അനുസരിച്ചുള്ള സഹനത്തെപ്പറ്റിയാണ് പരാമർശിക്കുക. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള സഹനങ്ങളുണ്ട്, പല വിധത്തിലുള്ള സഹനങ്ങളുണ്ട്. എന്നാൽ പത്രോസ്ലീഹ ഇവിടെ പരാമർശിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള സഹനത്തെപ്പറ്റിയാണ്. 4-ാം അധ്യായം 19-ാം വചനത്തിൽ ഇപ്രകാരമാണ് അത് സൂചിപ്പിക്കുന്നത്: നിങ്ങൾ സഹിക്കുന്നത് ദൈവഹിതപ്രകാരമാണെങ്കിൽ, അത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ അതിന് വിലയുണ്ട്. ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള സഹനമാണ് ഏറ്റവും അനുഗ്രഹപ്രദവും മനോഹരമായത് എന്ന് പറയുകയാണ്. ഇവിടെ നമുക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ 19-ാം വചനത്തിൽ പ്രകാരം പറയുന്നു: ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. അപ്പോൾ ദൈവഹിത പ്രകാരമുള്ള സഹനത്തെപ്പറ്റി 1-ാം വചനത്തിൽ തന്നെ പരാമർശിക്കുന്ന ഇപ്രകാരമാണ്: ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് ഇടവാങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സഹനം ദൈവഹിത പ്രകാരമായിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തങ്ങളുടെ ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരന്മാരായ യജമാനന്മാരുടെ മധ്യേ അടിമകളായ നിങ്ങൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ സഹനത്തെപ്പറ്റി പറയുമ്പോൾ 3 കാര്യങ്ങൾ പരാമർശിക്കുവാൻ പത്രോസ്ലീഹ ഉദ്ദേശിക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള സഹനം, അതിൻ്റെ കാരണം 3 എണ്ണമാണെന്ന് പത്രോസ്ലീഹ പറയുന്നു. 1, നിങ്ങളുടെ വിശ്വാസം ചലഞ്ച് ചെയ്യപ്പെടുന്നതാണെങ്കിൽ സഹനത്തിൻ്റെ കാരണം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയുള്ള സഹനമാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. 2-ാമത്തേത്, നിങ്ങളുടെ പ്രവൃത്തി ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ളതാകയാലാണ് നിങ്ങൾ സഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. 3-ാമതായി, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയാണ് നിങ്ങൾ സഹിക്കുന്നതെങ്കിൽ അതനുസരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ക്രിസ്തീയ സഹനത്തിൻ്റെ മൂല്യം ഇതിന്മേൽ അടിസ്ഥാനപ്പെടുത്തിയതാണെന്ന് പത്രോസ്ലീഹ ഉറക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സഹനങ്ങളുടെ അടിസ്ഥാനം ഈ 3ൻ്റെയും ആണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുന്നതാണ്. അതല്ല മറിച്ച് നിങ്ങളുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളുടെയും പുറത്തുള്ള സഹനമാണെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെടുകയില്ല എന്ന് പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സഹിക്കുന്ന സഹനമെല്ലാം ഈ ലോകത്തിനപ്പുറം നൽകുന്ന നവമായ ജീവിതത്തെപ്പറ്റി, കർത്താവിൻ്റെ ഭവനത്തിലുള്ള പങ്കാളിത്തത്തെപ്പറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് തൻ്റെ വിശ്വാസികളെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി സഹിക്കാനും, ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനും, ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ സഹിക്കാനും, ദൈവഹിത പ്രകാരം സഹിക്കുവാനും നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായി ക്ഷണിക്കുകയും കർത്താവിൻ്റെ ഭവനത്തിലെ അംഗങ്ങളായി സജീവമായ സാക്ഷ്യത്തിലൂടെ അനേകരെ ക്രിസ്തുവിൻ്റെ ഭവനത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരാനുള്ള ഒരു ക്ഷണമാണ് നമുക്ക് നൽകുന്നത്. തുടർന്ന് നാം കാണുന്നത് പത്രോസ്ലീഹായുടെ 2-ാം ലേഖനമാണ്. 2-ാം ലേഖനം നാം മുമ്പേ പറഞ്ഞതുപോലെ ഏഷ്യ മൈനറിലുള്ള യഹൂദരായ ക്രിസ്ത്യാനികൾക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പൊതുവെ നാം മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ വ്യത്യാസമായി നാം കാണുന്നത്, വളരെ പ്രധാനപ്പെട്ടതായി നാം കാണുന്ന ഒരു പ്രത്യേകത, ഇവിടെ പത്രോസ്ലീഹായുടെ ഈ കൂട്ടായ്മകൾക്ക് എഴുതുന്നുണ്ടെങ്കിലും അവിടെയും വിജാതീയരായ ചിലരുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാവും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ പറ്റിയുള്ള പരാമർശമാണ്. പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം വചനത്തിൽ ഇപ്രകാരം നാം കാണുന്നു: പത്രോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളെ പറ്റിയും തനിക്ക് അറിവുണ്ട് എന്ന് പത്രോസ്ലീഹ പ്രത്യേകമായി പരാമർശിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പത്രോസ്ലീഹായുടെ ലേഖനങ്ങളെപ്പറ്റി തനിക്ക് അറിവുള്ളവനാണ് ഗ്രന്ഥകർത്താവ് എന്നൊരു സൂചന നമുക്കുണ്ട്. അതിപ്രകാരമാണ് നാം കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനമനുസരിച്ച് ഇക്കാര്യം നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ ലേഖനങ്ങളിലും അവൻ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങൾ അവയിലുണ്ട്. അപ്പോൾ പത്രോസ്ലീഹായുടെ എല്ലാ ലേഖനങ്ങളെപ്പറ്റിയും അറിവുള്ള ഒരു വ്യക്തിയാണ് പത്രോസിൻ്റെ 2-ാം ലേഖനം എഴുതിയിരിക്കുന്നത് എന്ന്
നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസ്ലീഹയുടെ ഒന്നാം ലേഖനത്തെ പോലെ തന്നെ രണ്ടാം ലേഖനവും തൻ്റെ വായനക്കാരെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടായ്മയിലുള്ള ക്രിസ്തീയ കൂട്ടായ്മയിലുള്ള വ്യക്തികളെ ശക്തിപ്പെടുത്താനും ശാക്തീകരിക്കാനും ബലപ്പെടുത്തുവാനും വേണ്ടിയാണ് പ്രത്യേകമായി എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഒന്നാം പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വ്യാജ പ്രവാചകന്മാരെ പറ്റിയുള്ള ചില സൂചനകളുണ്ട്. വ്യാജ പ്രവാചകന്മാർ കൂട്ടായ്മകളിൽ നുഴഞ്ഞു കയറി യഥാർത്ഥ സുവിശേഷ പ്രബോധനത്തിൽ നിന്നും വിശ്വാസികളെ അകറ്റുന്ന ഒരു പശ്ചാത്തലം ഇതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പത്രോസ്ലീഹ പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടാം ലേഖനം എഴുതിയിരിക്കുക. ഒന്നാമതായി വിശ്വാസികളെ ശക്തിപ്പെടുത്തുക, രണ്ടാമതായി വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുന്നതിനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. ഇവിടെ ഗ്രന്ഥകർത്താവ് പ്രത്യേകമായി തന്നെപ്പറ്റി തന്നെ സൂചിപ്പിക്കുന്ന ചില വാക്കുകളുണ്ട്. സൈമൺ പീറ്റർ അല്ലെങ്കിൽ ഷിമയോൻ പത്രോസ് എന്നൊരു പരാമർശം നമുക്കിവിടെ കാണാനാകും. എന്തിനാണ് ആദ്യത്തെ ലേഖനത്തിൽ പത്രോസ് എന്ന് മാത്രവും രണ്ടാമത്തെ ലേഖനത്തിൽ സൈമൺ പീറ്റർ ഷിമയോൻ പത്രോസ് എന്നും പരാമർശിച്ചിരിക്കുന്നത് എന്നതിന് ബൈബിൾ പണ്ഡിതന്മാർ നൽകുന്ന വിശകലനം അല്ലെങ്കിൽ നൽകുന്ന ഇൻ്റർപ്രട്ടേഷൻ, വ്യാഖ്യാനം ഇതാണ്. ഒരുപക്ഷെ ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥം ആർക്കു വേണ്ടി എഴുതിയോ അതിൻ്റെ ഉദ്ദേശം തന്നെ ഈ പേരിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. സൈമൺ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഷിമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലിസണർ, ഹിയറർ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വെറും ഒരു കേൾവിക്കാരൻ എന്നാണ്. എന്നാൽ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പാറ എന്നാണ്. അപ്പോൾ അത് നൽകുന്ന സൂചന റീസെൻ്റ്ലി കൺവേർട്ടായ അല്ലെങ്കിൽ വലിയ കാലതാമസത്തിന് മുമ്പ് അധികകാലം മുൻപേ ക്രിസ്ത്യാനിയായി തീർന്ന ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി ആണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹത്തിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്നാൽ അവരിപ്പോൾ പാറ പോലെ ഉറച്ച വിശ്വാസമുള്ള ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. മാത്രമല്ല പത്രോസ് എന്ന വാക്ക് ആദ്യത്തെ ലേഖനത്തിൻ്റെ തുടർച്ചയാണ്. ലേഖനകർത്താവിനോടും ലേഖനത്തോടും രണ്ടാമത്തെ ലേഖനകർത്താവിൻ്റെ ബന്ധമുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാനാണ് ആ രണ്ട് നാമങ്ങളും അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും രണ്ട് ഉദ്ദേശമാണ് ഈ വാക്കിനുള്ളത്. ഒന്ന്, ഏത് സമൂഹത്തിന് വേണ്ടിയാണോ അത് എഴുതിയത്, അല്ലെങ്കിൽ ഏത് സമൂഹത്തിൽ നിന്നാണോ ഉള്ള വ്യക്തിയാണോ അത് എഴുതിയത് അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ. വിശ്വാസത്തിൽ അസ്ഥിരത ഉണ്ടായിരുന്ന ഒരുവൻ സ്ഥിരമായ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ച ഒരുവനായിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ വിശ്വാസത്തിൽ അസ്ഥിരത ഉണ്ടായിരുന്ന ഒരു സമൂഹം ഉറപ്പുള്ള പാറ പോലെ വിശ്വാസമുള്ള ഒരു സമൂഹമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ദൈവശാസ്ത്രപരമായ സൂചനകൾ നമുക്ക് കാണാനാവും. ഇത് എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടം നാം പരിശോധിക്കുകയാണെങ്കിൽ AD 120 ശേഷമാകാം അത് എഴുതിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് പോലെ പൗലോസ്ലീഹയുടെ എല്ലാ ലേഖനങ്ങളെ പറ്റിയും പരിചയമുള്ളവനാണ്. അങ്ങനെയെങ്കിൽ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾക്ക് ശേഷമാവാം ഇതിൻ്റെ അവസാന ക്രോഡീകരണം നടന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. സാഹചര്യ തെളിവുകൾ കൊണ്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാം ലേഖനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ പല ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് കാണാം. അതിനൊന്നാമതായി കാണുന്നത് അതിൻ്റെ ഒരു ആമുഖമാണ്. ആമുഖത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇതാരാണ് എഴുതുന്നത്, ആർക്കു വേണ്ടിയാണ് എഴുതുന്നത് എന്നാണ്. ഗ്രന്ഥകർത്താവിനെ പറ്റിയുള്ള സൂചനകൾ നാം മുമ്പ് കാണുകയുണ്ടായി. അത് ഈ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ ഒരു സമ്മറിയായുമാണെങ്കിലും നമുക്ക് കാണാനാകും. എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലായിരുന്ന ഒരു വിശ്വാസ സമൂഹം സ്ഥിരതയുള്ള ദൃഢമായ ഒരു വിശ്വാസത്തിലേക്ക് മാറ്റപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എഴുതിയതിൻ്റെ സൂചനയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു ആഴമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. 1-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു ആഴമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഗ്രന്ഥകർത്താവ് തൻ്റെ അനുവാചകർക്ക്, തൻ്റെ സഭയിലെ അംഗങ്ങൾക്ക് നൽകുകയാണ്. ഇവിടെ പ്രധാനമായും ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തെപ്പറ്റിയുള്ള ആഴമായ അറിവിലേക്കാണ്. അപ്പോൾ ഒരു സജീവമായ, ഒരു അടിസ്ഥാനപരമായ, ഒരു ഉറപ്പുള്ള
ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെ പറ്റിയുള്ള ആഴമായ അറിവാണ്. എ ഡീപ്പർ നോളജ്. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് എപ്പിഗ്നോസിസ് എന്നാണ്. എപ്പിഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഡീപ്പർ നോളജ്, ആഴമായ അറിവ്. യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ക്രിസ്ത്യൻ ലിവിങ്ങിന്, അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്, സജീവമായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്, ആഴമായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ പറ്റിയുള്ള ആഴമായ അറിവാണ്. ഈ അറിവ് ഓരോ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാവണം. അപ്രകാരം അറിവില്ലാത്തവരെയാണ് വ്യാജ ഉപദേഷ്ടാക്കൾ തങ്ങളുടെ സുവിശേഷ ജീവിതത്തിൽ നിന്നും ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകാൻ അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകുവാൻ കാരണമാകുന്നത് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആഴമുള്ള അറിവുള്ളവർക്കാണ് യഥാർത്ഥ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഉറപ്പോടെ നിൽക്കാൻ സാധിക്കുക. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3-ാം വചനത്തിലും 5-ാം വചനത്തിലും 8-ാം വചനത്തിലും ഒക്കെ പരാമർശിക്കുന്ന ഈ ഉറപ്പുള്ള ക്രിസ്തീയ വിശ്വാസത്തിലേക്കുള്ള ആഹ്വാനമാണ്. അപ്പോൾ ആഴമായ ക്രിസ്തീയ വിശ്വാസത്തിന് വലിയ ഒരു അറിവ് ആവശ്യമുണ്ട്. അതേ തുടർന്ന് പത്രോസ്ലീഹ ആഹ്വാനം ചെയ്യുന്നത് ഈ ആഴമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സോഴ്സ് എവിടെയാണ്, ഇവിടെ നിന്നാണ് നമുക്ക് ഈ ആഴമായ വിശ്വാസം നമുക്ക് ലഭിക്കുക. അത് 12 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ആഴമായി പഠിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇവിടെ പത്രോസ്ലീഹ നമ്മോട് പറയുന്നത് സ്ക്രിപ്ചറാണ്, അല്ലെങ്കിൽ ലിഖിതമാണ്, ദൈവവചനമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആഴമായ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില. അപ്പോൾ ദൈവവചനത്തെ പറ്റിയുള്ള ആഴമായ അറിവാണ്, ഡീപ്പർ നോളജാണ്, ദൈവത്തെ പറ്റിയുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് ആഴമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള അടിസ്ഥാനവും സ്രോതസ്സും. അങ്ങനെ അടിസ്ഥാനപരമായി ജീവിതത്തിലേക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെ പിന്നീട് നാം കാണുന്നത് ഒരു സുഹൃതത്തെ പറ്റിയുള്ള ഒരു ഗോവണിയാണ്, ഒരു സുഹൃത ഗോവണിയാണ്. അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ, സുഹൃതങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗോവണി പോലെ സുഹൃതങ്ങൾ അഭ്യസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പത്രോസ്ലീഹ ഇവിടെ പരാമർശിക്കുകയാണ്. വിശ്വാസത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുന്ന ഒരു ഗോവണി. അപ്പോൾ വിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടതും സ്നേഹത്തിൽ പരിപുഷ്ടമാക്കപ്പെടുന്നതും പൂർത്തീകരിക്കുന്നതുമായ സുഹൃതങ്ങളുടെ അഭ്യസനമാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തീയ ജീവിതമെന്ന് പത്രോസ്ലീഹ തൻ്റെ അനുവാചകരെ ആഹ്വാനം ചെയ്യുന്നു. തുടർന്ന് ഇപ്രകാരമുള്ള ഒരു ക്രിസ്തീയ സമൂഹം അഭിമുഖീകരിക്കേണ്ട വ്യാജ പ്രബോധകരെ പറ്റിയുള്ള സൂചനയും നൽകുന്നുണ്ട്. വ്യാജ പ്രവാചകന്മാർ, പ്രബോധകർ ക്രിസ്തീയ സമൂഹങ്ങളിൽ നുഴഞ്ഞു കയറി യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും വഴിമാറിക്കുന്നവരെ പറ്റിയുള്ള ചില വാണിങ്ങുകൾ, ചില മുന്നറിയിപ്പുകൾ പത്രോസ്ലീഹ നൽകുകയാണ്. വ്യാജ പ്രബോധകരെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ തന്നെ ഈ വ്യാജ പ്രബോധകന്മാർക്ക് ലഭിക്കാവുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിലെ വ്യാജ പ്രബോധകർക്ക് ഉണ്ടാകാവുന്ന 3 സുനിശ്ചിതമായ കാര്യങ്ങളെപ്പറ്റി പത്രോസ്ലീഹ പരാമർശിക്കുകയാണ്. അവിടെ വളരെ പ്രധാനമായും വെളിപ്പെടുത്തപ്പെടുന്ന 3 സർട്ടനിറ്റീസ്. അതിലൊന്ന്, വ്യാജ പ്രബോധകർ എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വ്യാജപ്രവാചകന്മാരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. 3-ാമത്തെ സുനിശ്ചിതമായ കാര്യം, അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. ദൈവജനത്തെ, വിശ്വാസ സമൂഹത്തെ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ കൈമാറിയ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും സുവിശേഷത്തിൻ്റെ പ്രബോധനത്തിൽ നിന്നും വഴിതിരിക്കുന്നവരെ തീർച്ചയായും ദൈവം ശിക്ഷിക്കുമെന്നുള്ള സുനിശ്ചിതമാണ്. 3-ാമത്തെ സുനിശ്ചിതമായ കാര്യം, ദൃഢമായി ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നവരെ ദൈവം പ്രത്യേകമായി സംരക്ഷിക്കും, അല്ലെങ്കിൽ ദൈവിക സംരക്ഷണം അവർക്ക് സുനിശ്ചിതമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 സർട്ടനിറ്റീസ്, ഉറപ്പുകൾ ദൈവജനത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിന്, തൻ്റെ വിശ്വാസ സമൂഹത്തിന് നൽകുകയാണ് പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനത്തിലൂടെ. ഒന്നാമതായി അവരെ എൻകറേജ് ചെയ്യുന്നു. രണ്ടാമതായി വ്യാജ ഉപദേഷ്ടാക്കളിൽ നിന്നും എപ്രകാരമാണ് മാറി നിൽക്കേണ്ടത് എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്നു. മൂന്നാമതായി വ്യാജ പ്രബോധകർക്കുണ്ടാകുന്ന പരിണിത ഫലങ്ങളെപ്പറ്റി ഉറപ്പ് നൽകുന്നു. അപ്രകാരം പത്രോസ്ലീഹ ആഴമായും ആധികാരികമായും പഠിപ്പിക്കുമ്പോൾ
പ്രകാരമുള്ള ഒരു വിശ്വാസ ജീവിതത്തിന് എന്ത് സമ്മാനമാണ്, റിവാർഡാണ് ലഭിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ തൻ്റെ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പത്രോസ്ലീഹ പറയുകയാണ്, ആഴപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതത്തിന് ലഭിക്കുന്ന റിവാർഡ് അല്ലെങ്കിൽ വാഗ്ദാനം, പ്രോമിസ് എന്ന് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. അപ്പോൾ ക്രിസ്തീയമായ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലഭിക്കുന്ന വാഗ്ദാനം മറ്റൊന്നുമല്ല, തീരെ ചെറുതുമല്ല, അത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഇപ്രകാരം തൻ്റെ അനുവാചകരെ ഉപദേശിച്ചുകൊണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടും അവസാനത്തിലെ വചനങ്ങളിൽ ഒരിക്കൽ കൂടി തൻ്റെ പ്രബോധനങ്ങളെ സമ്മറൈസ് ചെയ്തുകൊണ്ട് വ്യാജപ്രബോധകരെ പറ്റിയും ക്രിസ്തീയ വിശ്വാസത്തിൽ വേരൂന്നി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും പ്രത്യേകമായി ഊന്നൽ നൽകിക്കൊണ്ട് പത്രോസ്ലീഹ ഇപ്രകാരം അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ലൗകികമായതെല്ലാം നശിപ്പിക്കപ്പെടും, ആത്മീയമായതെല്ലാം നിലനിൽക്കും. ലോകത്തിൻ്റേതായിട്ടുള്ളതെല്ലാം നശിപ്പിക്കപ്പെടും, എന്നാൽ ആത്മീയമായതുള്ളതെല്ലാം നിലനിൽക്കും. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ആഴമായ ക്രിസ്തീയ വിശ്വാസത്തിൽ വേരൂന്നി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞുകൊണ്ട് പത്രോസ്ലീഹ തൻ്റെ 2 ലേഖനങ്ങളും അവസാനിപ്പിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, 21-ാം നൂറ്റാണ്ടിൽ പലവിധം പീഡനങ്ങളിലൂടെ സഭാഗാത്രം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അതിനുള്ള പരിഹാരങ്ങളും അതിനുള്ള കാരണങ്ങളുമൊക്കെ തിരയുമ്പോൾ നമുക്ക് വളരെയധികം മാർഗനിർദ്ദേശങ്ങളും ശക്തിയും ഓജസ്സും പ്രകാശവും നൽകുന്നതാണ് പത്രോസ്ലീഹയുടെ 2 ലേഖനങ്ങളും. യേശുവിൻ്റെ 1-ാമത്തെ അപ്പസ്തോലൻ എന്ന രീതിയിലും ആദ്യത്തെ മാർപ്പാപ്പ എന്ന രീതിയിലും ആധുനിക സഭയ്ക്കും ആദിമസഭയ്ക്കുമൊക്കെ ഈ കത്തുകൾ, ഈ ലേഖനങ്ങൾ എന്നും മാർഗനിർദ്ദേശനമാണ്. സഹനത്തിൻ്റെയും പ്രലോഭനങ്ങളുടെയും പീഡനങ്ങളുടെയും മധ്യേ യഥാർത്ഥ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനുള്ള ഈ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.